ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഔഷധ സസ്യത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ കീഴാർനെല്ലിയാണ് കേട്ടോ. അപ്പം നാട്ടിൽ കുറച്ച് പേർക്ക് മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ആരെങ്കിലും വീട്ടിൽ ഇതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പറമ്പിൽ ധാരാളമായിട്ട് ഇതുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറേ പറിച്ചെടുത്തിട്ട് അവർക്ക് കൊണ്ടു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് പരമ്പരാഗതമായിട്ട് മഞ്ഞപ്പിത്തത്തിന് ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ്. അപ്പോൾ എല്ലാവരും പറമ്പിലൊക്കെ ഉണ്ടാവും കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പം മഞ്ഞപ്പിത്തത്തിന് കേരളത്തിൽ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധ സസ്യമാണ് കേട്ടോ ഈ കീഴാർനെല്ലി. അപ്പോൾ ആയുർവേദത്തിലും നമ്മുടെ നാട്ടുവൈദ്യത്തിലും ഇതിന് വളരെയേറെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് കേട്ടോ ഉള്ളത്. പിന്നെ നമ്മുടെ ഈ മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്ന ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ വൈറസുകൾക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ഈ കീഴാർനെല്ലിക്ക് സവിശേഷമായ കഴിവുണ്ടാകുന്നു കേട്ടോ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മളെ കരളിലെ അമിതമായ ബിലൂറിബിൻ്റെ അളവ് കുറയ്ക്കാനും ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങളെ പുറന്തള്ളാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ കീഴാർനെല്ലിയുടെ വേര്, തണ്ട്, ഇല ഇവയെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഒരു പിടി എടുത്തിട്ട് നമ്മൾ മോരിലോ ഇളനീരിലോ കലക്കിയിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കാറാണ് കേട്ടോ പതിവ്. ചിലർ ഇത് പശുവും പാലിലൊക്കെ ചേർത്ത് കഴിക്കാറുണ്ട്. എന്ത് തന്നെയായാലും നമ്മൾ ആദ്യം നമ്മുടെ മഞ്ഞപ്പിത്തം ഏത് തരത്തിലുള്ളതാണെന്ന് നമ്മളൊരു ഡോക്ടറുടെ സഹായത്തോടെ ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഇതുപോലെയുള്ള ആയുർവേദ സസ്യങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അത് നമുക്കത് മനസ്സിലാവേണ്ടേ ഏത് തരത്തിലുള്ള മഞ്ഞപ്പിത്തമാണ് നമുക്കുള്ളതെന്ന്. അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം നമ്മളിതൊരു മരുന്ന് കഴിക്കേണ്ടത് കേട്ടോ, കീഴാർനെല്ലി കഴിക്കേണ്ടത്. അപ്പോൾ നമ്മളിത് അമിതമാവാനും പാടില്ല. അപ്പോൾ നമ്മളിത് കൃത്യമായ അളവിൽ മാത്രമേ കഴിക്കാനും പാടുള്ളൂ. അപ്പോൾ നമ്മൾ മഞ്ഞപ്പിത്തമൊക്കെ വന്നാൽ നമ്മുടെ ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം ഇത് അരച്ച് കഴിച്ചാൽ നമ്മുടെ മഞ്ഞപ്പിത്തം പെട്ടെന്ന് കുറയും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.